കേരളത്തിന്റെ IT കയറ്റുമതി കുതിച്ചുയരുന്നത് സർക്കാരിന്റെ നൂതന സാങ്കേതികവിദ്യ പ്രോത്സാഹന നയം കാരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊട്ടാരക്കര IT പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരേക്കർ ഭൂമിയിൽ 80 കോടി രൂപ ചെലവിൽ 8 നിലകളിലായാണ് IT പാർക്ക് നിർമ്മിക്കുന്നത്. 1200-ലധികം പേർക്ക് തൊഴിലെടുക്കാൻ അവസരമൊരുക്കുന്ന സംവിധാനം രവിനഗറിലെ KIP ഭൂമിയിലാണ് സ്ഥാപിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നഴ്സിംഗ് കോളേജ്, സംസ്ഥാനത്തെ ആദ്യ ഡ്രോൺ പാർക്ക്, സയൻസ് മ്യൂസിയം, പ്ലാനറ്റേറിയം, ആധുനിക സ്റ്റേഡിയം, കേരള യൂണിവേഴ്സിറ്റി റീജിയണൽ സെന്റർ ഉൾപ്പെടെ കൊട്ടാരക്കര വികസനത്തിന്റെ പാതയിലാണ്. IT വ്യവസായം വളരുന്നതിനുള്ള മേഖലയിലെ സാധ്യത തുടർന്നും ഉപയോഗപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൊട്ടാരക്കര IT പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിൽ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 7500 വർദ്ധിച്ചു. ദേശീയപാത, വിമാനത്താവളം, തുറമുഖം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളെല്ലാം കേരളത്തിലെ IT നിക്ഷേപകരുടെ വർധനവിന് ഘടകങ്ങളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2022-23 ബജറ്റിൽ IT രംഗത്തെ ഒരു വിൽപ്പനയാകുന്ന തരത്തിൽ തുക മാറ്റിവെച്ചു. 1000 കോടി രൂപയാണ് മാറ്റിവെച്ചു. ദേശീയപാത 66 സമാന്തരമായി 4 IT ഇടനാഴികൾ സ്ഥാപിക്കാൻ ആ ബജറ്റിൽ തന്നെ. അതോടൊപ്പം നേരത്തെ ധനമന്ത്രി പ്രസ്താവിച്ചതുപോലെ കൊല്ലം കണ്ണൂർ ഈ 2 സ്ഥലങ്ങളിൽ IT പാർക്കുകൾ സ്ഥാപിക്കുന്നതിന് ഇവരാണ് 1000 കോടി രൂപ മാറ്റിവെച്ചത്. അതിന്റെ ഭാഗമായ പാർക്കാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിന് വല്ല കാലതാമസത്തിന്റെ കാര്യം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. മന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. 10 മാസത്തിനുള്ളിൽ IT പാർക്കിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും 15.5 കോടി രൂപയ്ക്ക് കൊട്ടാരക്കര നഗരസഭ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണെന്നും ബാലഗോപാൽ പറഞ്ഞു. കൂടുതൽ ഇത്തരം സൗകര്യങ്ങൾ നേടാൻ കൊട്ടാരക്കര സാധ്യതയുണ്ട്. കൊട്ടാരക്കരയുടെ പ്രാധാന്യം 4 വശത്തേക്കും പോകാനാണ് റോഡുകൾ, 4 വശത്ത് ധാരാളം ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ എന്നുള്ള പരിമിതിയില്ല. റെയിൽവേ സൗകര്യമുണ്ട്. റോഡ് ഗേജുകൾ വന്നതോടുകൂടി എല്ലാ സ്ഥലത്തേക്കും പോകാനുള്ള റോഡ് ഗേജ് ലൈന്, NH ഉണ്ട്. കൊല്ലത്തേക്ക് പോകാനുള്ള പോർട്ടിന്റെ സൗകര്യമുണ്ട്, NH ഉണ്ട്, എയർപോർട്ടുണ്ട്. കാരണം 1.5 മണിക്കൂർ മതി ഇവിടുന്ന് നമ്മുടെ തുറമുഖത്തെത്താൻ. 1.5 മണിക്കൂർ മതി എയർപോർട്ടിലെത്താന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ബാംഗ്ലൂർ നഗരത്തിലെ ഒരു IT ഏതെങ്കിലും തൊട്ടടുത്തുള്ള സ്ഥലത്ത് നിന്ന് എയർപോർട്ടിൽ എത്താൻ 2 മണിക്കൂർ വേണ്ടി ട്രാഫിക് ബ്ലോക്കാണ്. ഇവിടുന്ന് 1.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം എയർപോർട്ട് എത്താവുന്ന അത്ര തരത്തിലുള്ള സൗകര്യമുണ്ട്. ഇങ്ങനെയെല്ലാം സൗകര്യമുള്ള, നല്ലപോലെ വർക്ക് ചെയ്യാൻ ശേഷിയുള്ള ആളുകളെ കിട്ടുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ കൊട്ടാരക്കരയിൽ വളരെ വലിയ സാധ്യതയാണുള്ളത്. വിഴിഞ്ഞംകൂടി വന്ന പശ്ചാത്തലത്തിൽ ആ സാധ്യത വർദ്ധിക്കുകയാണ്. IT പാർക്ക് നിർമ്മിക്കുന്ന കല്ലട ജലസേചന പദ്ധതിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലവും മന്ത്രി സന്ദർശിച്ചു. KIIDCCEO S തിലകൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R ലതാദേവി, വൈസ് പ്രസിഡന്റ് SR അരുൺ ബാബു, കൊട്ടാരക്കര നഗരസഭാ ചെയർപേഴ്സൺ അനിത ഗോപകുമാർ, വൈസ് ചെയർപേഴ്സൺ A ഷാജു, കൗൺസിലർ V ഫിലിപ്പ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ G സരസ്വതി, അഡ്വക്കേറ്റ് V സുമലാൽ, KS ശിവകുമാർ, കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബിന്ദു, വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ലക്ഷ്മി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, IT വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.